സൂം BOP-ലേക്ക് വെൽക്കം. നമ്മുടെ കമ്പനി പ്രൊഫൈല്, പ്രൊഡക്റ്റ്, പ്ലാൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സൂമിൽ സംസാരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കമ്പനിയുടെ ഈ ബയോട്ടോറിയം കമ്പനിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് മിസ്റ്റർ ഡോക്ടർ സാഗർ ജോഷി സാറാണ്. അദ്ദേഹം ബയോമാഗ്നറ്റിസം ആൻഡ് നാനോ ടെക്നോളജിയിലാണ് അദ്ദേഹം PhD എടുത്തിട്ടുള്ളത്. ബേസിക്കലി അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. കഴിഞ്ഞ 26 വർഷമായിട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നിയോഡൈമി മാഗ്നറ്റിനെ കുറിച്ചുള്ള അറിവാണ് അദ്ദേഹം 2008 മുതൽ ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയുമായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ്. 2020 ഒക്ടോബർ 9 അദ്ദേഹം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിട്ട് ഇത് നമ്മുടെ ഇന്ത്യയിൽ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്നത് നമ്മളുടെ ഓഫീസുകളാണ്. ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ 2020 നെറ്റ്വർക്കായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നൽകിയിരിക്കുന്ന പേര്. നമ്മൾ ആദ്യം കാണുന്ന ഫോട്ടോയിൽ മുംബൈ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. രണ്ടാമത് കാണുന്നത് ഇന്റർനാഷണൽ ഓപ്പറേഷന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ദാദറിലുള്ള ഒരു ഓഫീസാണ്. മൂന്നാമത് കാണുന്നത് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസാണ്. അത് ഡൽഹിയിലാണ് ആ കോർപ്പറേറ്റ് ഓഫീസ്. നമുക്കറിയാം, ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. കൺസ്യൂമർ അഫയേഴ്സിന്റെ കീഴിലാണ് ഇത് വരുന്നത്. അവർ പറയുന്ന എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുന്ന ഒരു കമ്പനിക്ക് മാത്രമായിരിക്കും നല്ല രീതിയിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ബയോട്ടോറിയത്തെ സംബന്ധിച്ച് നമ്മുടെ ലീഗൽ സർട്ടിഫിക്കേഷൻ ആണ് ഈ കാണിക്കുന്നത്. എല്ലാ രീതിയിലുള്ള ലീഗൽ സർട്ടിഫിക്കേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഇന്ത്യയിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഈ കമ്പനിയെ സംബന്ധിച്ച് പറഞ്ഞാൽ 100-ൽ കൂടുതൽ റെക്കഗ്നേഷൻസ് ബൈ ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലെ ഒരു അവാർഡാണ് ആയുഷ് കൊറോണ യോധ അവാർഡ്. അത് ആയുഷ് മന്ത്രാലയമാണ് നമുക്ക് തന്നിട്ടുള്ളത്. മറ്റു 2 അവാർഡുകളും MSME എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ തന്നെ മറ്റൊരു വിങ് ആണ്. ബെസ്റ്റ് ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഒരു കാര്യത്തിനാണ് അവർ ആ അവാർഡ് നമുക്ക് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷമായിട്ടും നമുക്ക് ആ അവാർഡ് അവർ തുടർച്ചയായിട്ട് കിട്ടുന്നുണ്ട്. മറ്റൊരു റെക്കഗ്നേഷൻ ആണ് കഴിഞ്ഞ ഈ വർഷം നമുക്ക് കിട്ടിയത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു റെക്കോർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2023 ഡിസംബർ മാസം നമ്മൾക്ക് ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ഇയർ എന്ന് പറയുന്ന ഒരു അവാർഡ് മഹാരാഷ്ട്ര ഗവൺമെന്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. രമേശ് ബൈസ് എന്ന് പറയുന്ന ഗവർണറാണ് നമ്മൾക്ക് ഈ അവാർഡ് നൽകിയിട്ടുള്ളത്. ഇത് കമ്പനിയുടെ ടവറിംഗ് അച്ചീവ്മെന്റ്സ് ആൻഡ് ഡിജിറ്റൽ റെവല്യൂഷൻ ആണ്. നമ്മുടെ കമ്പനി ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. 9001 2015 സർട്ടിഫൈഡ് കമ്പനിയാണ്. ഓൺ ഹെഡ് ഓഫീസാണ് നമുക്ക് മൊബൈലുള്ളത്. ഏതാണ്ട് 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓഫീസാണ് നമുക്കുള്ളത്. ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിലെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് അവകാശപ്പെടാൻ പറ്റാത്ത ഒരു അച്ചീവ്മെന്റ് തന്നെയാണത്. അത് നമ്മുടെ സ്വന്തം ഓഫീസാണ്. നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് ഡൽഹിയിലാണ്. ദാദർ ഓഫീസ് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റർനാഷണൽ ഓപ്പറേഷന് വേണ്ടിയാണ്. കാരണം നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല ഈ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 150ഓളം രാജ്യങ്ങളിലേക്കാണ് നമ്മൾ ഈ ബിസിനസ് കൊണ്ടുപോകാൻ പോകുന്നത്. കാരണം അതിനുള്ള സ്കോപ്പ് നമ്മുടെ പ്രൊഡക്റ്റിനുണ്ട്. തീർച്ചയായിട്ടും നമുക്കത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അമേരിക്കയിൽ ചെയ്യാനുള്ള എല്ലാ സർട്ടിഫിക്കേഷനും കമ്പനി റെഡിയാക്കി വെച്ചേക്കണേണ്. ഇവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം നമുക്ക് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇനി ഈ 3 ഓഫീസ് കൂടാതെ 4ാമത്തെ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ബ്രാഞ്ച് ഓഫീസ് എന്ന് അവകാശപ്പെടാൻ പറ്റുന്നത് കേരളത്തിനാണ്. വിതിൻ ഒരു 1-1.5 ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മളുടെ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കും. അത് എറണാകുളത്താണ്, കലൂരാണ് നമ്മളുടെ ബ്രാഞ്ച് ഓഫീസ് വരാൻ പോകുന്നത്. വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ. പിന്നെ ഇത് ഹോൺ സോഫ്റ്റ്വെയറിലാണ് നമ്മളുടെ കമ്പനി പ്രവർത്തിക്കുന്നത്. കാരണം 26 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സാഗർ സാറിന് ഈ രംഗത്തുള്ളത്. നമുക്ക് പുറത്തുനിന്ന് സോഫ്റ്റ്വെയർ കടം മേടിക്കേണ്ടി വന്നില്ല. നമ്മുടെ സ്വന്തം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല, നമുക്ക് സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ബയോമാഗ്നറ്റിക്സ് പ്രോഡക്ട്സ് എല്ലാം തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആയുഷ് കൊറോണ യോധ അവാർഡ് നമുക്ക് 2021 ലഭിച്ചു. ആ അവാർഡ് ലഭിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2020 നമുക്കറിയാം കൊറോണയുടെ ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് ആയിരക്കണക്കിന് രോഗികളിൽ നമ്മൾക്ക് നമ്മുടെ മാട്രസ് പരീക്ഷിക്കാനും അവരുടെ ഓക്സിജൻ ലെവൽ താഴെ പോകാതെ ഇരുന്നതും അവര് മരണത്തിൽ നിന്ന് നമുക്ക് അവരെ രക്ഷിക്കാൻ സാധിച്ചതുമാണ്
നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് കൊറോണ യോധ എന്ന് പറയുന്ന ഒരു അവാർഡ് ലഭിക്കാനുണ്ടായ ഒരു കാര്യം. അപ്പൊ ആയുഷ് മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള ഒരു ഉൽപ്പന്നമായിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ പോണത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നത് നല്ലതാണ്. മറ്റൊരു അവാർഡ് നമുക്ക് കിട്ടിയത് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MSME എന്ന് പറയുന്ന അവരുടെ അവാർഡ് നമുക്ക് 2021 തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദ ഇയർ അവാർഡ് ഞാൻ നേരത്തെ പറഞ്ഞാണ്, മഹാരാഷ്ട്ര ഗവൺമെന്റ് 2023 നമുക്ക് തന്നാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് നമുക്ക് 2025 കിട്ടി. ഇതുപോലെ നൂറുകണക്കിന് അവാർഡുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ അവാർഡിനെ കുറിച്ച് ഇവിടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് വളരെ എടുത്തു പറയാവുന്ന കുറച്ച് അവാർഡുകളെ കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞു. ഇതിൽ ഏറ്റവും നമ്മുടെ പ്രൊഫൈൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാഗർ സാറ് സിംഗിൾ ഓണർ ആണെന്നുള്ളതാണ്. നമുക്കറിയാം പല കമ്പനികളും പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ പാർട്ട്ണർഷിപ്പിന്റെ ഒരു പ്രശ്നമാണ്. ആ പാർട്ട്നേഴ്സ് തമ്മിലുള്ള വിഷയങ്ങളാണ് പലപ്പോഴും നമ്മളുടെ ബിസിനസ് പൊളിഞ്ഞു പോകാനുണ്ടായ കാരണം. ഈ ബിസിനസ് പൊളിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഭാവിയാണ് തകർത്ത് കളയുന്നത്. ഇവിടെ അത്തരത്തിലുള്ള പേടിയൊന്നും നമ്മൾക്ക് വേണ്ട. കാരണം അദ്ദേഹം സിംഗിൾ ഓണറാണ്, വളരെ വിഷനുള്ള ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിഷൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്ത്യയിലെ നമ്പർ 1 കോടീശ്വരനാകണം എന്നുള്ളൊരു വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം 24 മണിക്കൂറും ഈ ബയോട്ടോറിയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് കമ്പനികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുപോലെ 24/7 ഒരു MD നമുക്ക് ലഭ്യമായ ഒരു MD ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത്. അത് ഈ ബയോട്ടോറിയത്തിൽ സാഗർ ജോഷി മാത്രം. കാരണം അദ്ദേഹത്തിന് അത്രയും വലിയ ലക്ഷ്യത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നിയോഡൈമിയം മാഗ്നറ്റ് ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ്. കാരണം നിയോഡൈമിയം മാഗ്നറ്റ് ഡിസ്കവർ ചെയ്യുന്നത് 1885 ഒരു ഓസ്ട്രിയൻ കെമിസ്റ്റ് ആണ്. ഇത് വെൽബാഷ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രിയൻ കെമിസ്റ്റ് ആണ് 1885 ഇത് കണ്ടെത്തുന്നത്. ഇത് നാസ പല കാര്യങ്ങൾക്കും വേണ്ടി വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷന് വേണ്ടിയാണ് നിയോഡൈമിയം മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടൊന്ന് യൂസ് ചെയ്യുന്നത് വൈൻഡനിങ് ദ മസ്കുലർ ടോൺ ഓഫ് ആസ്ട്രോനോട്ട് ഡ്യൂറിങ് സ്പേസ് ഫ്ലൈറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാല് ഈ ശൂന്യാകാശത്ത് പോകുന്ന ആൾക്കാരുടെ മസിൽസ് ടോൺ ചെയ്യാനായിട്ട് ഈ മാഗ്നറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റേഡിയേഷൻ ഷീൽഡിങ്ങിന് വേണ്ടിയും ഈ മാഗ്നറ്റ് നാസ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഈ ഒരു റിസ്റ്റ് ബാൻഡ് നമ്മൾ ധരിക്കുക അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കുമ്പോൾ റേഡിയേഷനെ നമുക്ക് ചേർക്കാൻ സാധിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നാസ റേഡിയേഷൻ ഷീൽഡിങ്ങിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. മറ്റൊരു കാര്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നത് ഓക്സിജൻ എക്സ്ട്രാക്ഷന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാല് എഫിഷ്യൻസി ഓഫ് ഓക്സിജൻ യൂട്ടിലൈസേഷൻ ബൈ ബോഡി ആൻഡ് സെൽസ് ആൻഡ് ടിഷ്യൂ. അപ്പൊ ബോഡിയിലുള്ള സെൽസിന് ഈ പറയുന്ന ഓക്സിജനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ശൂന്യാകാശത്ത് പോകുന്ന ആൾക്കാരുടെ ഹെൽമെറ്റിലാണെങ്കിലും ഗ്ലൗസിലാണെങ്കിലും ഷൂവിലാണെങ്കിലും അവരുടെ സൂട്ടിലാണെങ്കിലും ഈ പറയുന്ന നിയോഡൈമിയം മാഗ്നറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി അതുകൂടാണ്ട് MRI സ്കാനിലും നമ്മൾ ഈ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. അത് മെയിൻ ആയിട്ട് അത് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇമേജിങ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ നിയോഡൈമിയം മാഗ്നറ്റ്സ് അവർ യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനിയുള്ള ഫ്യൂച്ചർ ആപ്ലിക്കേഷന് വേണ്ടി സ്പേസ് ആപ്ലിക്കേഷന് വേണ്ടി നാസ യൂസ് ചെയ്യാൻ പോകുന്നത് നിയോഡൈമിയം മാഗ്നറ്റ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ആദ്യത്തെ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഓസ്ട്രിയൻ കെമിസ്റ്റ് 1885 ഇദ്ദേഹമാണ് നിയോഡൈമിയം മാഗ്നറ്റ് കണ്ടെത്തിയതായിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഈ പറയുന്ന ശൂന്യാകാശത്ത് പോകുന്ന വ്യക്തികളുടെ സൂട്ട് ഹെൽമെറ്റ് ഇതുപോലുള്ള എല്ലാ ഇതിലും ഈ പറയുന്ന നിയോഡൈമിയം മാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് MRI സ്കാൻ ആണ്, നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്തും ഈ പറയുന്ന നിയോഡൈമിയം മാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. The first wealth is health എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. When the woman inside the house is negative, then the entire family will be negative. Everybody in the എന്ന് പറഞ്ഞാല് നമ്മുടെ ആദ്യത്തെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമാണ്. ആ ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് തന്നെ നമ്മൾ നേടിയിട്ടും ഒരു കാര്യവുമില്ല. കോടിക്കണക്കിന് രൂപയുണ്ട്, കിടന്ന കിടപ്പാണെങ്കിൽ ആ പൈസ കൊണ്ട് നമ്മൾക്ക് ജീവിതം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ആ ആരോഗ്യമാണ് ഇവിടെ ഈ ബയോട്ടോറിയം നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇനി ഇദ്ദേഹം എന്താണ് ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞേക്കണേന്ന് നോക്കിയാൽ ഹെൽത്ത് ഈസ് ലൈക്ക് മണി, വി നെവർ ഹാവ് ട്രൂ ഐഡിയ ഓഫ് ഇറ്റ്സ് വാല്യൂ അൺടിൽ വി ലൂസ് ഇറ്റ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 100 രൂപയോ 1000 രൂപയോ നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ആ പണത്തിന്റെ മൂല്യം മനസ്സിലാക്കുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ
ഈ പറയുന്ന ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ മൂല്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നടന്നുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് നടക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ആ ആരോഗ്യത്തെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോ ഇവിടെ തീർച്ചയായിട്ടും നിയോഡൈമിയൻ മാഗ്നറ്റോ തെറാപ്പി മിറാക്കുലസ് ഹീലിംഗ് ആണ്. ഈ കാണുന്നതാണ് നിയോഡൈമിയൻ മാഗ്നറ്റ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറയുന്നത് ഏതാണ്ട് 600-700 അടി ഭൂമിയിലേക്ക് നമ്മൾ ഭൂമിയുടെ ഉള്ളിലേക്ക് പോയിട്ടാണ് നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റ്സ് കണ്ടെത്തുന്നത്. ഈ മാഗ്നറ്റ്സ് ഇതേ രൂപത്തിലല്ല നമുക്ക് ലഭിക്കുന്നത്, അത് പൗഡർ ഫോമിലും അതുപോലെ തന്നെ ഗ്രാനുലസ് ഫോമിലൊക്കെയാണ് നമുക്കിത് ലഭിക്കുന്നത്. ഇത് ഈ പറയുന്ന കോബാൾട്ടും നിക്കലും കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതൊരു ബട്ടൺസ് രൂപത്തിലാക്കി മാറ്റി എടുത്തിട്ടാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പറയുന്നതാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ. നമ്മുടെ ബേസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ബയോഡോർ നിയോഡൈമിയം മാഗ്നറ്റ് പ്രൊഡക്ട്സ് ആണ്. ആദ്യം കാണുന്നത് ഡബിൾ കോട്ട് മാട്രസ് ആണ്. അതിൽ 2 പില്ലോ പാഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏതാണ്ട് ഒരു 5 അടി വീതി 6 അടി നീളമുള്ള ഒരു ഫാമിലി കോട്ടാണിത്. അടുത്തത് ഒരു സിംഗിൾ മാട്രസ് ആണ്. അതിലും ഒരു പില്ലോ പാഡ് നമുക്ക് ഉണ്ടാവും. 3 അടി വീതി 6 അടി നീളമാണ് ആ പ്രൊഡക്റ്റിന്റെ ഇത് വരുന്നത്. മൂന്നാമത് നമ്മൾ കാണിച്ചിരിക്കുന്നത് ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡാണ്. നമ്മുടെ വെള്ളത്തെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എനർജി പാഡാണ്, മാഗ്നറ്റിക് എനർജി പാഡാണ്. നാലാമതായിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലെതർ റിസ്റ്റ് ബാൻഡ് ആണ്. അത് റിസ്റ്റ് ബാൻഡ് ആയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം. എവിടെയെല്ലാം പെയിൻ ഉണ്ട്, ഒരു നാച്ചുറൽ പെയിൻ കില്ലർ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഉൽപ്പന്നം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിപ്പോ തലവേദന ഉണ്ടെങ്കിൽ നമുക്ക് തലയിൽ കെട്ടിവെക്കാം, അതുപോലെ കാലുവേദന ഉണ്ടെങ്കിൽ കാലെ കെട്ടിവെക്കാം. എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സാധനം ഒരു പെയിൻ കില്ലർ ആയിട്ട്, നാച്ചുറൽ പെയിൻ കില്ലർ ആയിട്ട് വിതൗട്ട് എനി സൈഡ് എഫക്ട്സ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി 5ാമത് കാണിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് വന്നിട്ട് സിലിക്കോൺ റിസ്റ്റ് ബാൻഡ് ആണ്. അത് നമ്മുടെ റിസ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇതാണ്. ഇവിടെ 99% രോഗത്തിന്റെ മൂല കാരണം എന്ന് പറയുന്നത് പുവർ ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് പുവർ ഓക്സിജൻ ലെവലാണെന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനായിട്ട് നമുക്ക് 5 എലിമെന്റ്സിന്റെ ആവശ്യമുണ്ട്. ആ 5 കാര്യങ്ങളാണ് ഞാൻ താഴെ കാണിച്ചിരിക്കുന്നത്. ഒന്ന്, ശുദ്ധമായ വായു നമുക്ക് വേണം. അതിലൂടെ നമുക്ക് ആവശ്യത്തിന് ഓക്സിജൻ നമുക്ക് കിട്ടണം. പലപ്പോഴും നമ്മൾ ശ്വസിക്കുന്നുണ്ടെന്ന് പോലും നമ്മൾക്ക് അറിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അത് മാത്രമല്ല, ഇന്ന് നമുക്കറിയാം എയർ എന്ന് പറയുന്നത് വളരെയേറെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത്രയധികം വാഹനങ്ങളൊക്കെ ഇവിടെ ഓടുന്നത് കൊണ്ട് തന്നെ എയർ പൊല്യൂട്ടഡ് ആണ്. ശുദ്ധമായ വായു നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ എക്സസൈസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സഫീഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ നമ്മൾക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. ഇത് ഒരു നമ്മുടെ ആരോഗ്യത്തെ ഇല്ലാതാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് വെള്ളമാണ്. ഇന്ന് വെള്ളത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞാൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് ആറിയതിനു ശേഷമാണ് ആ വെള്ളം കുടിക്കുന്നത്. വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ചത്തതിന് തുല്യമാണ്. അതിലൊരിക്കലും ജീവൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ വെള്ളം തിളപ്പിക്കേണ്ടി വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വൈറസ് ബാക്ടീരിയയുടെ അറ്റാക്ക് മൂലമാണ്. ഇത് ഉണ്ടാകാൻ കാരണം വെള്ളത്തിലുള്ള മിനറൽസിന്റെ അംശം കുറഞ്ഞത് കൊണ്ടാണ് അതിനകത്ത് ബാക്ടീരിയയും വൈറസും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തെ എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് തിളപ്പിക്കുന്നത്. തിളപ്പിക്കുമ്പോൾ അതിനകത്തുള്ള മിനറൽസും കൂടി നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വെള്ളത്തിലൂടെ നമുക്ക് കിട്ടേണ്ട മിനറൽസിന്റെ അംശം കുറയുകയാണ്. ഇതും നമ്മൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾക്ക് വേണ്ടത് ഭക്ഷണമാണ്. ഇന്ന് വിശന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുക, ആ വിശപ്പിനെ മാറ്റുക എന്നുള്ള ഒരു സിദ്ധാന്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മറിച്ച് നമ്മളുടെ ശരീരം ആവശ്യപ്പെടുന്നത് പോഷക ആഹാരമാണ്. ഇന്ന് മതിയായ പോഷക ആഹാരം നമുക്ക് ലഭിക്കാത്തതാണ് നമ്മുടെ ബോഡി ഫങ്ഷൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് നടത്താൻ പറ്റാത്തതും അതേപോലെ തന്നെ നമുക്ക് രോഗങ്ങൾ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ വെള്ളത്തിൽ നിന്ന് നമുക്ക് മിനറൽസ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഴങ്ങൾ, പച്ചക്കറി പോലുള്ള ആൽക്കലി ഫുഡ് നമ്മൾ കഴിച്ചാൽ മാത്രമേ അതിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ മിക്കവാറും കഴിക്കുന്നത് ജങ്ക് ഫുഡുകളാണ്. നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ് തന്നെ ടോട്ടലി ചേഞ്ച് ആയി പോയി എന്നുള്ളതാണ്. ഇനി നാലാമതായിട്ട് നമുക്ക് വേണ്ടത് സൂര്യപ്രകാശമാണ്. പലപ്പോഴും ഇത് ആവശ്യത്തിന് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ആവശ്യത്തിന് ലഭിക്കുന്നുണ്ടോ ഇല്ലെന്ന് നമ്മൾ ഓരോരുത്തരുമാണ് പരിശോധിക്കേണ്ടത്. സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് വൈറ്റമിൻ ഡി എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ വൈറ്റമിൻ ഡി ജസ്റ്റ് കാൽസ്യം എല്ലിലേക്ക് ഇത് ചെയ്യാൻ വേണ്ടി മാത്രമല്ല വൈറ്റമിൻ ഡിയുടെ ആവശ്യം വരുന്നത്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഒരു സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ വൈറ്റമിൻ ഡി ഒരു വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ആ സോഴ്സ് നമുക്ക് ആവശ്യത്തിന് കിട്ടണം. ഇത് നാലും
നമ്മൾക്ക് അല്പം പല പൂർണ്ണമായിട്ടല്ലെങ്കിലും പല രീതിയിൽ നമുക്ക് ഈ 4 സോഴ്സും കിട്ടുന്നുണ്ടെങ്കിൽ അഞ്ചാമത്തെ സോഴ്സ് ആയിട്ടുള്ള എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇത് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പോർ ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് പോർ ഓക്സിജൻ ലെവലിന് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ഇന്ന് മണ്ണായിട്ട് യാതൊരു ബന്ധവും നമ്മൾക്കില്ല. അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചെരുപ്പിട്ടാണ് നടക്കുന്നത്, മണ്ണിൽ ചവിട്ടിയിട്ട് വർഷങ്ങളായി, മണ്ണായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. പുറത്തും അകത്തും നമ്മൾ ഈ പറയുന്ന ചെരുപ്പിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യത്തിന് നമ്മൾക്ക് ഈ പറയുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ലഭിക്കുന്നില്ല. അപ്പൊ വൈ ഈസ് അവർ ബ്ലഡ് നോട്ട് സർക്കുലേറ്റിംഗ് പ്രോപ്പർലി? കാരണം ഇതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് മാഗ്നറ്റിക് എനർജി യൂട്ടിലൈസ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. അത് ആവശ്യത്തിന് നമ്മൾക്ക് ലഭിച്ചാൽ മാത്രമേ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തെ നമുക്ക് കറക്റ്റ് ആയിട്ട് നിർത്താൻ സാധിക്കും. അപ്പൊ റോൾ ഓഫ് മാഗ്നറ്റിക് എനർജി ഇൻ അവർ ബോഡി, ഈ റോൾ ഓഫ് മാഗ്നറ്റിക് എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ചുവന്ന രക്താണുക്കൾ മിക്കവാറും സാക്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ വലിയൊരു റേഡിയേഷന്റെ വലയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 24 hours നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ട്, ഇതിന്റെ റേഡിയേഷൻ നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ട്, വൈഫൈയുടെ റേഡിയേഷൻ നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ട്, ഫാനിന്റെ അടിയിൽ ഇരിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന പോസിറ്റീവ് അയോൺസ് നമ്മൾ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ സഹായിക്കുന്നത് നമ്മുടെ ചുവന്ന രക്താണുക്കളെ, നമ്മുടെ രക്തത്തിലുള്ള ചുവന്ന രക്താണുക്കളെ ഒട്ടിപ്പിടിച്ച് ഇരിക്കാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവര് ഒട്ടിപ്പിടിച്ച് ഇരിക്കാനുള്ള ഒരു പ്രവണത കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവര് ചെയ്യേണ്ട ധർമ്മം ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഇവർക്ക് കുറയും, നമ്മുടെ ശരീരത്തിൽ കുറയും എന്നുള്ളതാണ്. ഈ മാഗ്നറ്റിക് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾക്കിത് കടത്തിവിടാൻ സാധിച്ചാൽ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റിയെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ ഈ റെഡ് ബ്ലഡ് സെൽസിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്താനും ഇൻഡിവിജ്വൽ ആയിട്ട് നിർത്താനും ഒരു ഒപ്റ്റിമം ലെവലിൽ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തെ നമുക്ക് റൺ ചെയ്യിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത്. അങ്ങനെ വരുമ്പോ ഈ ചുവന്ന രക്താണുക്കൾക്ക് അവരുടെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുവഴി അവര് ശേഖരിക്കുന്ന ഈ ഓക്സിജൻ കൃത്യമായിട്ട് ഈച്ച് ആൻഡ് എവറി സെല്ലിൽ അത് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഈ പറയുന്ന ടോട്ടൽ ഈ പറയുന്ന നമ്മുടെ സെല്ലുകളിൽ ആവശ്യത്തിന് ഓക്സിജൻ എന്ന് പറയുന്ന ഇത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ന്യൂട്രീഷനും കൂടി അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെ ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓരോ കോശങ്ങളും ആക്റ്റീവായി തുടങ്ങും. അങ്ങനെ ആക്റ്റീവായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങളെയും നമുക്ക് ആക്റ്റീവ് ആക്കാൻ സാധിച്ചാൽ നോ ഡിസോർഡർ നോ ഡിസീസ്. ഇതാണ് ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മാഗ്നറ്റിക് എനർജിയുടെ ഒരു സയൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മാഗ്നറ്റിക് എനർജി ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഈ പറയുന്ന ഓക്സിജന്റെ ഈ എല്ലാ ഈച്ച് ആൻഡ് എവറി സെല്ലിൽ നമുക്ക് ഓക്സിജൻ കൃത്യമായിട്ട് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡീപ്പ് സ്ലീപ്പിലേക്ക് നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ ഡീപ്പ് സ്ലീപ്പിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തലച്ചോറിലുള്ള പീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് രാത്രി സമയങ്ങളിൽ അവർ റിലീസ് ചെയ്യേണ്ട മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ അവർക്ക് റിലീസ് ചെയ്യാൻ സാധിക്കും. അത് നമ്മളെ ഡീപ്പ് സ്ലീപ്പിലേക്ക് കൊണ്ടെത്തിക്കുന്നുള്ള. ചില വ്യക്തികൾക്ക് ആദ്യത്തെ ദിവസം തന്നെ ഈ ഒരു റിസൾട്ട് കിട്ടി തുടങ്ങും. ചില ആൾക്കാരെ സംബന്ധിച്ച് പതിയെ ആയിരിക്കും ഈ റിസൾട്ട് കിട്ടുന്നത്. ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ച കൊണ്ടായിരിക്കും ഇവർക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കുന്നത്. അങ്ങനെ നന്നായിട്ട് നന്നായിട്ട് ഉറങ്ങാൻ അവർക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ബോഡിക്ക് എന്താ പറഞ്ഞ ശരീരത്തിലുള്ള ഡിസോർഡറുകളെ മൈൻറ്റെയിൻ ചെയ്യാനും അതുവഴി നമ്മളുടെ ശരീരത്തിലുള്ള അസുഖങ്ങളെ ഇല്ലായ്മ ചെയ്യാനും റിവേഴ്സ് ചെയ്യാനും നാളെ രോഗങ്ങൾ വരാതിരിക്കാനും ഇത് വളരെ സഹായകരമായിട്ട് മാറും. ഇനി മറ്റൊരു കാര്യം മാഗ്നറ്റിക് എനർജിക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ സെൽ ലെവലിലുള്ള എനർജിയെ കറക്റ്റ് ചെയ്യാനായിട്ട് മാഗ്നറ്റിക് എനർജിക്ക് സാധിക്കും എന്നുള്ളതാണ്. Starting a new business? Do you need to register a company? How much does it cost to register a company? യൂസ് ഓഫ് ബയോമാഗ്നറ്റിക് വാട്ടർ എനർജി പാഡ്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ കുടിക്കുന്ന വെള്ളം എന്താ പറഞ്ഞത്, നമ്മളത് തിളപ്പിച്ച് കഴിയുമ്പോൾ പിന്നെ ആ വെള്ളത്തെ സംബന്ധിച്ച് ഒരു ചത്ത വെള്ളമാണ്, ജീവനില്ലാത്ത വെള്ളമായിട്ട് മാറും എന്നുള്ളതാണ്. വാട്ടർ ഈസ് എസെൻഷ്യൽ, ബാക്ക് ബോൺ ഓഫ് ലൈഫ് ആണ്. അത് മാത്രമല്ല കൗണ്ട്ലെസ് പ്രോസസ് ആണ് നമ്മുടെ ബോഡിയിൽ വെള്ളം ചെയ്യുന്നത്. ന്യൂട്രീഷൻ ട്രാൻസ്പോർട്ട് ചെയ്യാനും നമ്മുടെ ഹൈഡ്രേഷനെ നിലനിർത്താനും സ്കിന്നിന്റെ ഹൈഡ്രേഷനെ നിലനിർത്താനും അതേപോലെ തന്നെ നമ്മളുടെ വേസ്റ്റ് റിമൂവൽ ചെയ്യാനും ബ്ലഡിലുള്ള വേസ്റ്റ് ആണെങ്കിലും ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ സെല്ലിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ആണെങ്കിലും ഈ ടോക്സിൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് വെള്ളം വളരെ അത്യാവശ്യമാണ്. പക്ഷെ നമ്മുടെ വെള്ളത്തിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്.
അതിന്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് 15 to 17 എന്ന് പറയുന്ന ഒരു അനുപാതത്തിലാണ് അതിന്റെ സൈസ്. അപ്പൊ അക്വാപോറിയൻസ് ആർ പ്രോട്ടീൻ ദാറ്റ് ഫോംസ് ചാനൽ ഇൻ സെൽ മെമ്പറൈൻ അലോ വാട്ടർ ടു പാസ് ത്രൂ. അപ്പൊ ഈ പറയുന്ന അക്വാപോറിയൻ വഴിയായിട്ടാണ് ഈ പറയുന്ന നമ്മൾ കുടിക്കുന്ന വെള്ളം സെല്ലിലേക്ക് എത്തുന്നത്. പക്ഷെ ഇത് ഇതിന്റെ മോളിക്യൂൾസ് വളരെ വലുതായതുകൊണ്ട് തന്നെ ഒരു 10-15% വെള്ളം മാത്രമേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, സെല്ലിലേക്ക് നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി 85% വെള്ളവും വെറുതെ പ്ലെയിൻ വാട്ടർ ആയിട്ട്, യൂറിനായിട്ടോ സ്വെറ്റ് ആയിട്ടോ ഇത് പുറത്തേക്ക് പോണേ. അപ്പൊ യൂറിനായിട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കിഡ്നിക്ക് അത് പ്യൂരിഫൈ ചെയ്ത് വിടേണ്ടി വരും. പ്യൂരിഫൈ ചെയ്ത് വിടുന്ന സമയത്ത് വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള ഏതാണ്ട് 84ഓളം വരുന്ന മിനറൽസിൽ ഇത് മിക്സ് ആകുകയും ആ മിനറൽസിനെയും കൂടി വലിച്ചുകൊണ്ടാണ് ഇത് പുറത്തേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിന് മിനറൽസും വൈറ്റമിൻസും ന്യൂട്രീഷൻസ് ഇല്ല അത് ഭാവിയിൽ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ ഈ വാട്ടർ എനർജി പാഡ് നമ്മൾ കുപ്പിമേൽ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുടിക്കുന്ന വെള്ളം അതിൽ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ വാട്ടർ എനർജി പാഡിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും.